ഈ വയനാട് മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായിട്ടുള്ള ദുരന്തം, ആ ദുരന്തത്തിന് ഒരു വർഷം പൂർത്തിയാവുന്ന ഘട്ടത്തിൽ ഡിവൈഎഫ്ഐ ആ ദുരന്തമുണ്ടായ സന്ദർഭത്തിൽ പ്രഖ്യാപിച്ച 25 വീട് എന്ന പ്രഖ്യാപനം, ഞങ്ങൾ ആ പ്രഖ്യാപനം നടത്തുകയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരും ജനങ്ങളാകെയും ഏറ്റെടുത്തപ്പോൾ 100 വീട് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 100 വീട് അവിടെ നിർമ്മിച്ചു കൊടുക്കുന്നതിൻ്റെ ധാരണാപത്രം കൈമാറലും അത് നിർമ്മിക്കാനാവശ്യമായിട്ടുള്ള പണം കൈമാറുകയും ചെയ്യുന്ന ചടങ്ങ് 2025 മാർച്ച് 24 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് വൈകുന്നേരം 5 മണിക്ക് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് ഒരു ചടങ്ങ് സംഘടിപ്പിക്കുകയാണ്. ഞങ്ങൾ നേരിട്ടല്ല, അതായത് സർക്കാർ തെരഞ്ഞെടുത്ത ഗുണഭോക്താക്കളാണ്. ഞങ്ങൾ നേരിട്ട് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നില്ല. ഞങ്ങൾ അന്നേ പറഞ്ഞത് സർക്കാരിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചും സർക്കാരിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചും എന്നാണ് പറഞ്ഞത്. അപ്പോൾ സർക്കാർ ഏത് ഏജൻസിയാണോ ഏൽപ്പിക്കുന്നത് അതുപ്രകാരമാണ്. അതിന്റെ വിശദാംശങ്ങളൊക്കെ സർക്കാർ മുഖ്യമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെ, അതായത് സംസ്ഥാന ഗവൺമെന്റ് ഒരു ഓർഡർ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല. അത് സ്പോൺസർമാർക്കുള്ള ഒരു ഭാഗം കൂടി പരാമർശിക്കുന്നുണ്ട്. അപ്പം നേരത്തെ നിരവധി ആളുകൾ വിവിധ വീടുകൾ സംബന്ധിച്ച് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. അപ്പം അതുപ്രകാരം 20 ലക്ഷം സർക്കാരിന് കൊടുത്താൽ ഒരു വീട് എന്നതാണ് സർക്കാർ കണക്കാക്കുന്നത്. അപ്പം അതുപ്രകാരം ഞങ്ങൾ 100 വീട് കണക്കാക്കി അതിന്റെ സമ്മതപത്രം കൈമാറുന്നു. അത് ബന്ധപ്പെട്ട അക്കൗണ്ടിലേക്ക് ആ പണം കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനിടയിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഈ വയനാട് ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ അതിനകത്ത് കോൺഗ്രസിന്റെ എംപിമാർ കേരളത്തിൽ സ്വീകരിച്ച സമീപനം സംബന്ധിച്ച് ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ വയനാടിന്റെ കാര്യത്തിൽ ഒരു ഭാഗത്ത് മുതലക്കണ്ണീർ ഒഴുക്കുന്നു, പക്ഷെ അവർക്ക് കോൺഗ്രസിന്റെ എംപിമാർക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യം അവർ ചെയ്തിട്ടില്ല. അപ്പോൾ വയനാടിന്റെ എംപി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള എംപിമാർ എന്തുകൊണ്ടാണ് വയനാടിന് വേണ്ടിയിട്ട് ഒരു 5 പൈസ കൊടുക്കാൻ തയ്യാറാവാതിരുന്നത്? ഇടതുപക്ഷത്തിന്റെ എല്ലാ എംപിമാരും അവരെ കൊണ്ട് കഴിയാവുന്ന രൂപത്തിലുള്ള ഫണ്ട് അവിടെ അനുവദിച്ചു. പക്ഷെ കോൺഗ്രസ് എംപിമാർ ഫണ്ട് അനുവദിക്കാത്തത് കേരള വിരുദ്ധമായ സമീപനം തന്നെയാണ്. അപ്പൊ കേരള വിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്നതിൽ BJPയോട് മത്സരിക്കുന്ന സമീപനമാണ് കോൺഗ്രസിന്റെ എംപിമാർ സ്വീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അത് ജനം തിരിച്ചറിയേണ്ടതുണ്ട്. അവര് വയനാടിന്റെ പേരിൽ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന മുതലക്കണ്ണീർ കയ്യോടെ പിടികൂടപ്പെട്ടു എന്നും ഇപ്പോ കാണുകയാണ്. 2 പേർ മാത്രമാണ് കൊടുത്തത്. UDF പ്രഖ്യാപിച്ച സഹായത്തിന് പണം കൊടുത്തത്. ബാക്കി എംപിമാർ പണം കൊടുത്തില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ വാർത്ത. കോൺഗ്രസ് അല്ല, UDFലെ 2 എംപിമാർ. UDFലെ 2 എംപിമാർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അല്ല, അത് വയനാടിന്റെ എംപി കൊടുക്കണ്ടേ, സ്ഥലം എംപി കൊടുക്കണ്ടേ? എന്താ അതൊന്നും കാര്യമായ നിലയിൽ ചർച്ച ചെയ്യാത്തതാരും? അതെന്താ, എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല മാധ്യമങ്ങൾ? വയനാടിന്റെ എംപി വയനാടിന് വേണ്ടി പണം അനുവദിക്കാനുള്ള എല്ലാ നിയമവും ഉണ്ടായിട്ടും 5 പൈസ കൊടുത്തില്ല. എന്നിട്ട് സംസ്ഥാന ഗവൺമെന്റ് ഇതിനായിട്ട് അവിടെ ആളുകളെ കൂട്ടി സമരം ചെയ്യാനും അവിടെയുള്ള MLAയും സംഘവും ശ്രമിക്കുകയാണ്. അപ്പോൾ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, പുനരധിവാസ പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ, അതിനകത്ത് രാഷ്ട്രീയം കലർത്താൻ വേണ്ടി വില കുറഞ്ഞ നിലയുള്ള ആരോപണങ്ങളുമായിട്ട് കോൺഗ്രസിന്റെ അവിടെയുള്ള MLA മുന്നോട്ട് വരുന്നു. അപ്പോൾ കോൺഗ്രസിന്റെ MLA സിദ്ദിഖ് ആദ്യം അവിടെ സമരം നടത്തേണ്ടത് ആ MP പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസ് മുമ്പിലാണ്. അപ്പോൾ വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം, വയനാട്ടിലെ യൂത്ത് കോൺഗ്രസ് MP പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലേക്ക് സമരം നടത്താൻ ധൈര്യമുണ്ടോ, തയ്യാറുണ്ടോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം.